മുടി മഹത്തരമാണ്. അത് കിട്ടിയാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ്. പക്ഷേ അതുണ്ടോ എന്നതാണ് വിഷയം. അത് എവിടെ എന്നതാണ് വിഷയം. കിട്ടിയാൽ മാഷാ അല്ലാഹ്, സ്വഹാബത്ത് അത് വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, അതാണെങ്കിൽ. പക്ഷെ സംഭവിച്ചത് അതല്ല. ലോകത്ത് ഒരു കഷ്ണമുണ്ടോ എന്ന് പണ്ഡിതന്മാർ കൂലങ്കഷമായി ആലോചിച്ച് ചരിത്ര പഠനം നടത്തി എവിടെയൊക്കെയോ ഒരു കഷ്ണം, അരക്കഷ്ണം, ഇത്രയേ ഉള്ളൂ. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു കെട്ടുമുടി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതെവിടുന്ന് വന്നു? അത് കൊണ്ടുവരുന്ന ആളുകൾക്കറിയില്ലേ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ പച്ചക്കള്ളാണി പറയുന്നതെന്ന്? മഅദല്ലാഹ്. ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷാർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷാർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്. ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിവിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ എവിടെയാണുള്ളതെന്ന് ഉലമാ റിസർച്ച് ചെയ്ത് കോടികൾ കൊടുത്ത് വാങ്ങൂലേ? ഇതൊക്കെ അങ്ങനെ കച്ചവടം ചെയ്യാണോ? നടത്തിയ മുത്തേടം ഹോജയെ ഒന്ന് കാണൂ. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാബാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയാൻ അറിയാത്ത വിഷയമാണ്. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിലേക്ക് വന്ന ദീനിന്റെ ഉലമാ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇത് എവിടെയാ കിടക്കുന്നത്? ഒരു കെട്ടുപോയിട്ടുണ്ട്, അത് എവിടെയാണെന്ന് അറിയില്ലെന്ന് എഴുതിയിട്ടുണ്ടാവും. അതൊന്നുമില്ലല്ലോ. സീറത്തുൻ നബവിയ 3-ാം വാള്യം 253-ാം പേജിൽ മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരി ബാബു തൽബീദിലും നബിയുടെ മുടിയെ സംബന്ധിച്ച് വരുന്നത് വിവരിച്ചിട്ടുണ്ട്. മഹാൻ പറയുന്നത് നോക്കൂ. വമാ ദല്ല അലൈഹിൽ ഹദീഥു മിൻ കൗനി ശഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇലാ ഖുർബി മൻകിബൈഹി. നബിയുടെ മുടി ചുമല് വരെ അടുത്ത് നിൽക്കുന്നതും കാതിന്റെ തൊട്ടി വരെ നിൽക്കുന്നതും എന്ന് പറഞ്ഞത് കാന ഗാലിബാഹ്വാലിഹി, അതിന്റെ മികച്ച സമയമാണ്, മികച്ച രൂപം അങ്ങനെയാണ്. വകാന റുബ്ബമാ തോല, ചിലപ്പോൾ അത് നീളാറുണ്ട്. ഹത്താ യസീറ ളുവാബ, മുന്നിൽ മുടഞ്ഞിടപ്പെടുന്ന നല്ല മുടഞ്ഞ മുടിക്കെട്ടാകും വരെ ചിലപ്പോൾ നീളാറുണ്ട്. മുടിക്കെട്ടുകൾ പിന്നിക്കും മുന്നിക്കും തൂക്കുന്ന വിധത്തിലുള്ള മുടിക്കെട്ടുകൾ നബി മുടഞ്ഞിടുന്നത് വരേക്കും ചിലപ്പോൾ നീളാറുണ്ട്. കമാ അഖ്റജ അബൂദാവൂദ വത്തുർമുദിയു, അങ്ങനെ തുർമുദിയും അബൂദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും കാതിന്റെ വിവരമായിരുന്നു എന്ന് പഠിക്കരുത് എന്ന് ആര്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരി. എന്തുകൊണ്ടല്ല ഇത് സൂക്ഷ്മതയുടെ കൈകളിലൂടെയല്ല വന്നത്? 1. 2, ഇങ്ങനെ ഒരു കെട്ട്
കിടക്കുന്ന സംഭവം ലോക ചരിത്രത്തിൽ ഒരു ആലിമും എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, ആർക്കും അറിയില്ല. സനദ് കെട്ടുമുടിയുണ്ടോ, ഭയങ്കരാണോ, നെറ്റ് കണ്ടില്ലേ, അതിനൊക്കെയല്ലേ മുജാഹിദീങ്ങളൊക്കെ സഹകരിച്ചു കൊടുക്കണത്. എന്താണ് അതിന്റെ വിഷയം മൂപ്പരനെ പറഞ്ഞോട്ട് ആ കെട്ടുമുടി എന്ന് പറഞ്ഞോട്ട്. കെട്ട് സൂക്ഷിക്കാൻ മാത്രം മുടി വീതം വെച്ചു കൊടുക്കാതെ തന്നെ ഉണ്ട്. എങ്ങനെയാ മുഖം ഉണ്ടായത്? ഒന്നാമത് ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പലതവണ മുടി കളഞ്ഞിട്ടുണ്ട്. ഒറ്റവട്ടത്തെ മുടിയല്ല. ആ പലതവണയിൽ അള്ളാഹു തങ്ങളുടെ മുടി പിടിച്ചത് ഉംറയില്ല. അത് ഹജ്ജത്തുൽ വദാഇലെ മുടിയല്ല. ഹജ്ജത്തുൽ വദാഇലെ മുടി തന്നെ എങ്ങനെയാ ചരിത്രമുള്ളത്? അള്ളാഹുവിന്റെ റസൂല് പെരുന്നാളിൽ മിനായിൽ വെച്ച് മുടി കളയുമ്പോ വലത്തെ കൈ കൊണ്ട് തന്റെ മുടിയുടെ ഭാഗം പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. മുടി കളയുന്ന ആൾക്ക് വലതു ഭാഗം ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരോരോമങ്ങൾ ഇയാൾ കളഞ്ഞപ്പോ, സ്വഹാബിവര്യൻ കളഞ്ഞപ്പോ ഈ വലഭാഗത്തെ ഭാഗം അത്രയും ഉമ്മു സുലൈം ബീവിക്കും അബൂ തൽഹക്കും കൊടുക്കേ. ഇത് അബൂ തൽഹക്കും ഉമ്മു സുലൈം ബീവിക്കും മാത്രമുള്ളതാണ്. വേറാർക്കും പങ്കില്ല, വിഹിതം വെപ്പില്ല. ഒരു ഭാഗത്തെ മുടി അത്രയും. റിപ്പോർട്ടർ പറയുന്നു, അനസ് ഇബ്നു മാലിക് പറയുന്നു, വലഭാഗത്തെ മുടി അനസന്നവരുടെ മാതാവ് ഉമ്മു സുലൈം ബീവിക്കും അവരുടെ ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനും മാത്രമായി നബി തങ്ങൾ കൊടുത്തപ്പോ ബാക്കി സ്വഹാബികൾക്ക് എല്ലാവർക്കും നബിയുടെ മുടി കിട്ടണമെന്നായി. അതിന് മത്സരമായി. ബാക്കിയുള്ള മുടിയിലാ മത്സരം. അതിൽ ചിലർക്ക് ഒരു മുട്ടി കിട്ടി, ഒരു മുടി കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇങ്ങനെയാ വിവിധം വെപ്പിൽ കിട്ടിയത്. അത് ഒരു ഭാഗത്തെ മുടിയാണ്. അഹ്മദും ബൈഹഖിയും നിവേദനം ചെയ്യുന്ന ഹദീസ്. മഹാനായ ഇമാം സയ്യിദ് അഹ്യാൻ നബി തങ്ങളുടെ ഈ ചരിത്രം വിവരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അല്ല, ഇമാം ഹലബി തന്റെ അസീറത്തുൽ ഹലബിയയിൽ വിവരിക്കുന്നു. ഇതങ്ങനെ തന്റെ സീറ ഹലബിയിൽ കാണുമായിരിക്കും. والحاصل أن الروايات اختلفت في مسلم ففي بعضها أنه أعطاه الأيسر وبعضها أنه أعطاه الأيمن. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സുലൈമിനും അബൂ തൽഹക്കും പ്രത്യേകം കൊടുത്തത് വലതുഭാഗത്തെ മുടിയാണോ ഇടതുഭാഗത്തെ മുടിയാണോ? റിപ്പോർട്ടുകളിൽ വ്യത്യാസമുണ്ട്. വഅജ്ഹബുൽ ഖയ്യിം അന്നല്ലദി തസ്ബിഹി അബൂ തൽഹത ഹുവ ശിഖുൽ ഐസർ. ഇടഭാഗത്തെ മുടിയാണ് അബൂ തൽഹക്ക് പ്രത്യേകം കൊടുത്തത്, വലഭാഗത്തെ മുടിയാണ് ഓഹരി ചെയ്തത് എന്ന് ഇബ്നുൽ ഖയ്യിം. ഞാൻ പറയട്ടെ, മുസ്ലിമിലുള്ളത് ഹല്ലാത്തി നബിയുടെ മുടി കളയുന്ന ആളോട് തങ്ങൾ പറഞ്ഞു, എടുത്തോ. വലതുഭാഗത്തേക്ക് ചൂണ്ടി അത് നബിയുടെ സമീപത്തുള്ളവർക്കൊക്കെ ഊഴക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തു, ഓഹരി ചെയ്തു. അവർ മുടിയിലെങ്കിൽ ഇത് എങ്ങനെ കൊടുത്തു? ഇടഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അതിനെയും കളയാൻ കൽപ്പിച്ചു, കളഞ്ഞു. ഈ ഇടഭാഗത്തെ മുടി അത്രയും ഉമ്മു സുലൈമിനാ കൊടുത്തത്. ഒരു റിപ്പോർട്ടിൽ ഇവിടെ അബൂ തൽഹ ഉണ്ടോന്ന്, വേറെ റിപ്പോർട്ടിൽ എവിടെ അബൂ തൽഹ? ഏതായാലും ഉമ്മു സുലൈമും അബൂ തൽഹയും ഭർത്താവും ഭാര്യ, ഒരു രണ്ടാളും സമീപത്തുണ്ട്. ആ ഭാഗം അബൂ തൽഹക്ക് സ്വന്തമായി കൊടുത്തു. അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സുലൈമിന്റെയും ശേഖരത്തിൽ ഒരു ഭാഗത്തെ മുടികൾ അത്രയുമാണ്. ബാക്കി ഭാര്യയെ വിതരണം ചെയ്തിട്ടുള്ളൂ. എണ്ണത്തിൽ പേടിച്ചണ്ട, എണ്ണത്തിൽ പേടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്.
ഇത് രണ്ട് വിവാദ മുടിയെ സംബന്ധിച്ചല്ല. അത് നിങ്ങൾ വാർത്തൂർത്തോ പ്രശ്നം എന്ന വിഷയം പറഞ്ഞുകൊണ്ടിരിക്കരുത്. രണ്ട് കെട്ടുണ്ടാകാൻ പറ്റിയ മുടിയാ. കാരണം തങ്ങളുടെ മുടി 4 കെട്ടിനു. കെട്ടിടുമ്പോ മുടഞ്ഞിടുമ്പോ 4 മുട. അങ്ങനെയുണ്ടോ തങ്ങളുടെ മുടി? ആ മുടഞ്ഞിടുമ്പോ 4 മുടയിലാവുമ്പോ 2 ഭാഗം ഒരു ഭാഗത്തും 2 ഭാഗം ഒരു ഭാഗത്തുമാണ്. അപ്പൊ 2 കെട്ടുണ്ടായി എന്നാ മോശമല്ല. അബൂ തൽഹത്തുൽ അൻസാരി ഖസ്റജിയാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖസ്റജിയായ സ്വഹാബിയാണ്. അതുകൊണ്ട് ഖസ്റജ് കുടുംബത്തിന്റെ അടുക്കൽ ഇത്ര മുടിയുടെ ആധിക്യം വന്നെങ്കിൽ നബി തങ്ങളുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവെന്ന നിലക്കും പെങ്ങളായ വൈക്കുള്ള സഹോദരിയായ ഉമ്മു സലൈം എന്ന നിലക്കും അവർക്ക് പ്രത്യേകം ബറക്കത്തിൽ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ പരമ്പരാഗതമായി സൂക്ഷിക്കാനോ സവിശേഷം നൽകിയതാണ്. പൊതുവിതരണത്തിൽ ഒരു ഭാഗത്തെ മുടി മാത്രമേ ഉള്ളൂ. ചരിത്രം പഠിക്കണം. നിങ്ങൾ ചരിത്രം പഠിക്കണോ? നിങ്ങൾ